ഇന്ന് ഈ പ്രഭാതത്തിൽ കാലിന് ദീപമായി തീരേണ്ടതും നമ്മുടെ പാതയ്ക്ക് പ്രകാശമായി തീരുന്നതുമായ ചില ദൈവിക സത്യങ്ങളുമായി ഒരു പ്രാവശ്യവും കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം അനുവദിച്ച വലിയ ഭാഗ്യാവസ്ഥയ്ക്കായിട്ട് നന്ദി കരയറ്റുന്നുണ്ട്. ദൈവകോപം ദേശങ്ങളുടെ മേൽ വരുമ്പോൾ, ഭവനങ്ങളുടെ മേൽ വരുമ്പോൾ, ചില സമൂഹങ്ങളുടെ മേൽ വരുമ്പോൾ മധ്യസ്ഥത അണയ്ക്കുവാനായിട്ട്, ഇടിവിൽ നിന്നുകൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കുവാനായിട്ട് ചില വ്യക്തികളെ എക്കാലവും ദൈവം ആരാഞ്ഞ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവകോപത്തിൻ്റെ ഇടിവിൽ പ്രതിരോധം സൃഷ്ടിക്കുന്ന, ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന, ചില ആത്മാർത്ഥതയോടെ മധ്യസ്ഥത അണയ്ക്കുന്ന അഥവാ ബാർഗെയിൻ ചെയ്യുന്ന ചില വ്യക്തി ജീവിതങ്ങളാണ് ചില ഭവനങ്ങളുടെയും ചില കൂട്ടങ്ങളുടെയും വിടുതലിന് കാരണമായി തീരുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 33 വരെയുള്ള ഭാഗങ്ങളിലെ അബ്രഹാമിൻ്റെ മധ്യസ്ഥതയാണ് ഇന്നത്തെ ധ്യാന വിഷയം. സോദോം, ഗോമോറ എന്നീ ദേശങ്ങൾ വഷളത്വം കൊണ്ട് നിറഞ്ഞ് അതിൻ്റെ കഠിനമായ നിലവിളി ദൈവസന്നിധിയിലെത്തിയപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ആ ദേശത്തിന് നേരെ വരുന്നുണ്ട് എന്ന് അബ്രഹാം അറിഞ്ഞു. ഇതറിഞ്ഞ സമയം തന്നെ അബ്രഹാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി 18-ന്റെ 22-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ അബ്രഹാം നിന്നു. 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സോദോമിൻ്റെ നിലവിളി വലുതും അവരുടെ വഷളത്വം പാപം കഠിനവുമാകുന്നു. അങ്ങനെ വലിയ നിലവിളിയും കഠിനമായ പാപവും ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം നീതിയോടെ അവിടെ പ്രവർത്തിക്കുകയാണ്. തൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്ന നിലവിളിയും കഠിനമായ പാപവും അങ്ങനെ തന്നെയോ എന്ന് നോക്കേണ്ടതിന് ദൈവം 2 ദൂതന്മാരെ അയക്കുകയാണ്. ഈ ഭാഗത്ത് നിന്ന് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാകും. മനുഷ്യൻ്റെ നിലവിളി ദൈവസന്നിധിയിൽ എക്കാലവും എത്താറുണ്ട്. ചിലപ്പോഴെങ്കിലും നാം കരുതാറുണ്ട്, എൻ്റെ നിലവിളി ദൈവം കേൾക്കുന്നില്ലേ? സോദോമിൻ്റെയും ഗോമോറയുടെയും വലിയ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ദൈവം അതൊന്നുകൂടെ വെരിഫൈ ചെയ്യുവാനായിട്ട്, അതൊന്നുകൂടെ ഒത്തുനോക്കുവാനായിട്ട്, കേവലം കേട്ടതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അപ്രകാരമുള്ള ഒരു നിലവിളി വന്നപ്പോൾ കേട്ടതുപോലെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടോ, അവിടെ അപ്രകാരം വഷളത്വം നടന്നിട്ടുണ്ടോ എന്ന് അറിയുവാനായിട്ട് 2 ദൂതന്മാരെ സോദോമിലേക്ക് ദൈവം അയക്കുകയാണ്. ഈ വിവരം അറിഞ്ഞ ഉടൻ അബ്രഹാം 22-ാം വാക്യത്തിൽ പറയുന്നു, ദൈവസന്നിധിയിൽ തന്നെ നിന്നു. ദൂതന്മാർ സോദോമിലേക്ക് പോയപ്പോൾ അവർ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കുമെന്ന് മനസ്സിലാക്കിയ അബ്രഹാം ദൈവസന്നിധിയിൽ തന്നെ നിന്നു. ദൈവസന്നിധിയിൽ തന്നെ നിന്നു. വേറെ ഒരിടവും നിൽക്കുവാനായിട്ട് അബ്രഹാമിനില്ല. നമുക്ക് മധ്യസ്ഥത അണയ്ക്കുവാനായിട്ട് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ ഒറ്റയിടമേ ഉള്ളൂ. അത് നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠമാണ് നാം മധ്യസ്ഥത അണയ്ക്കേണ്ട ഇടങ്ങൾ. അബ്രഹാം അവിടെ നിന്നിട്ട് 23-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്നു, അടുക്ക ചെന്നിട്ട് താൻ സംസാരിച്ചു തുടങ്ങിയാണ്. അവനിങ്ങനെ പറഞ്ഞു തുടങ്ങി, ദൈവമേ, ദുഷ്ടന്മാരോടുകൂടെ നീ നീതിമാനെയും സംഗ്രഹിക്കുമോ? എപ്പോഴും ദൈവമക്കൾക്ക് ആശ്വാസവും പ്രത്യാശയുമായിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. അവൻ നീതിയുടെ ദൈവമാണ്. അവൻ നീതി വിട്ടേച്ച് മാറുന്നൊരു ദൈവമല്ല. പലപ്പോഴും ഈ ഭൂമിയിലെ പല സംഭവങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവജനത്തിന് തോന്നാറുണ്ട്, ദൈവം അനീതി പ്രവർത്തിക്കുമോ? ഒരിക്കലുമില്ല. ദൈവം നീതിയുടെ ദൈവമാണ്. അതുകൊണ്ട് അബ്രഹാം ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് താൻ മധ്യസ്ഥ അണയ്ക്കാൻ തുടങ്ങുന്നത് ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിച്ചുകൊണ്ടാണ്. നീതിമാനായ ദൈവത്തോട് അവൻ ചോദിക്കുകയാണ്, ദുഷ്ടനോടുകൂടി നീ നീതിമാനെയും സംഹരിച്ചു കളയുമോ? അവിടെ അതിശക്തമായ ഒരു വലിയ ബാർഗെയിനിങ് ആണ്. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒരു വില പേശലാണ് അവിടെ നടക്കുന്നത്. അബ്രഹാം ചോദിക്കുന്നു, ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ നീ നശിപ്പിക്കുമോ? 50 നീതിമാന്മാർ ഉണ്ടാകില്ല എന്ന് മനസ്സിലാകുന്ന അബ്രഹാം ഉടൻ തന്നെ തൻ്റെ സ്റ്റാൻഡേർഡ് താഴ്ത്തുന്നു. 45 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ നീ നശിപ്പിക്കുമോ? 45 പിന്നീട് 40 കുറയുന്നു, പിന്നീട് 30 കുറയുന്നു, പിന്നീട് 20 കുറയുന്നു. അങ്ങനെ 32-ാം വാക്യമൊക്കെ എത്തിയപ്പോഴേക്ക് അബ്രഹാം ചോദിക്കുന്നു 10 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ദേശത്തെ നശിപ്പിക്കുമോ? അവിടെ ദൈവത്തിന് വ്യക്തമായി അറിയാം, സോദോം ഗോമോറയിൽ എണ്ണിപ്പിറക്കിയാൽ
10 നീതിമാന്മാർ പോലും ഇല്ല എന്നറിയാം. പക്ഷേ ദൈവം ആ വലിയ ഒരു സ്റ്റാൻഡേർഡിനെ തൻ്റെ അടുക്ക വന്ന് മധ്യസ്ഥത അണയ്ക്കുന്ന അബ്രഹാമിന് വേണ്ടി താഴ്ത്തി കൊണ്ടുവന്ന് അവരൊരു ഡീൽ ഒപ്പുവെക്കുകയാണ്. ഒരു കരാറിൽ അവർ ഏർപ്പെടുകയാണ്. 10 പേരുണ്ടെങ്കിൽ നശിപ്പിക്കാം, അങ്ങനെയെങ്കിൽ നശിപ്പിക്കാതിരിക്കാം. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തിലും നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. സോദോമിനും ഗോമോറയ്ക്കും തുല്യമായ വഷളത്വം നമ്മുടെ ദേശത്ത്, നമ്മുടെ ഇടയിൽ, നമ്മുടെ സമൂഹങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വരുമ്പോൾ നാം ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നിഷ്ക്രിയരായിരിക്കേണ്ടവരല്ല. അബ്രഹാമിനെ പോലെ ദൈവസന്നിധിയിൽ തന്നെ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയിൽ ആശ്രയിച്ചുകൊണ്ട് നാം മധ്യസ്ഥത അണയ്ക്കേണ്ടവരാണ്. അപ്രകാരം അബ്രഹാം മധ്യസ്ഥത അണച്ചതുകൊണ്ട് ആ 2 ദൂതന്മാർ സോദോമിൽ ചെന്നിട്ട് ദൈവത്തോട് പറയുന്നു, കേട്ടതൊക്കെയും ശരിയാണ്, ദേശം വഷളത്വം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം, സംഹാര ശപഥം ആ ദേശത്തിലേക്ക് വരികയാണ്. തീയും ഗന്ധകവും കൊണ്ട് സോദോമിനെ ദൈവം നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ഇടിവിൽ നിന്ന് മധ്യസ്ഥത അണച്ച് ബാഗെയിൻ ചെയ്ത അബ്രഹാമിനെ ഓർത്തുകൊണ്ട് ലോത്തിനും കുടുംബത്തിനും ദൈവത്തിൻ്റെ ഫേവർ ലഭിക്കുകയാണ്. അവിടെ 19-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ആ 2 ദൂതന്മാർ ലോത്തിൻ്റെ ഭവനത്തിൽ ചെന്നെത്തിയിട്ട് ലോത്തിനോട് പറയുകയാണ്, ഈ ദേശത്തെക്കുറിച്ചുള്ള നിലവിളി അതികഠിനമായിരിക്കുന്നത് കൊണ്ട് ഈ ദേശം യഹോവ നശിപ്പിക്കും. എന്നാൽ ഇവിടെ നിനക്ക് വല്ലവരുമുണ്ടോ? നീയും നിൻ്റെ മക്കളും നിൻ്റെ കുടുംബാംഗങ്ങളെയും എത്രയും പെട്ടെന്ന് ഈ ദേശത്ത് നിന്ന് ഇവിടം വിട്ട് ഓടി രക്ഷപ്പെടുവാനായിട്ട് പറയുന്നു. അവർക്ക് വേണ്ടി ഒരു സോവാർ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു മാതാവ്, അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുന്ന ഒരു പിതാവ്, ഇടിവിൽ നിൽക്കുന്ന ഒരു സഹോദരി ഉണ്ടെങ്കിൽ ദൈവ കോപത്തിൻ്റെ പ്രതിഫലനം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവിക ഇടപെടലുകൾ ഓരോ ദേശത്തിന് നേരെയും വരുമ്പോൾ ദൈവം തൻ്റെ പ്രിയ മക്കളെ, ഇടിവിൽ നിന്ന് കരയുന്നവരുടെ മക്കളെ, ഇടിവിൽ നിന്ന് കരയുന്നവരുടെ ആ ഒരു ഗണത്തെ ആ സേഫ് സോണിലേക്ക് മാറ്റുന്നത് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കും. നോഹയുടെ കാലത്തും വെള്ളപ്പൊക്കം കൊണ്ട് ദേശം നശിക്കുന്നതിന് മുമ്പ് നോഹയും കുടുംബത്തെയും പെട്ടകത്തിനുള്ളിലാക്കി. യോശുവ എരിഹോ പട്ടണം പിടിച്ചടക്കുന്ന സമയത്ത് രാഹാബിന് ദൈവത്തിൻ്റെ കൃപ കിട്ടി. ഒരു ചുവപ്പ് ചരടിലൂടെ രാഹാബിനെയും കുടുംബത്തെയും സേഫ് സോണിലേക്കാക്കി. ലോത്തിൻ്റെ കാലത്ത് മധ്യസ്ഥത അണയ്ക്കുവാൻ ഒരു അബ്രഹാം ഉണ്ടായിരുന്നത് കൊണ്ട് ലോത്തിനും കുടുംബത്തിനും ദൈവത്തിൻ്റെ ഫേവർ കിട്ടി. അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ്റെ നാളിലും ദൈവം ഈ ഭൂമിയെ ചൂളക്കിരയാക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രിയ ജനത്തെ ഒരു സേഫ് സോണിലേക്ക് ദൈവം മാറ്റിയിട്ട് മാത്രമേ ദേശത്തോട് ഇടപെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നിഷ്ക്രിയത്വങ്ങളൊക്കെ മാറ്റി നമ്മുടെ തലമുറയ്ക്ക് ദൈവസന്നിധിയിൽ നിൽക്കുവാനോ കരയുവാനോ സമയമില്ലാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ന് IT മേഖലകളിലും മെഡിക്കൽ ഫീൽഡുകളിലും ബാങ്കിങ് സെക്ടറിലും കോർപ്പറേറ്റ് സെക്ടറിലും ഒക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക്, അടുത്ത ജനറേഷന് സമയം തികയാതെ വരുമ്പോൾ ആ ഗ്യാപ്പ് ഫില്ലേഴ്സായി നാം തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇടിവിൽ നിന്നുകൊണ്ട് ദൈവത്തെ വേണ്ടതുപോലെ വിളിക്കാതെ ദൈവത്തെ മറക്കുന്ന ജനത്തിനും ഇടിവിൽ നാം മധ്യസ്ഥത അണയ്ക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വലിയ ഫേവർ നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും. മനുഷ്യപുത്രൻ വരുന്ന നാളിലും ദൈവം അവസരം കൊടുക്കും. തൻ്റെ പ്രിയ മക്കൾക്ക് രക്ഷപ്പെടുവാനുള്ള അവസരം കൊടുക്കും. ലോത്തിന് കൊടുത്തതുപോലെ, നോഹയ്ക്ക് കൊടുത്തതുപോലെ, രാഹാബിന് കൊടുത്തതുപോലെ. എന്നാൽ കരയുന്ന കണ്ണുകളും മടക്കുന്ന മുഴങ്കാലുമായി ഒരു മാതാവോ ഒരു പിതാവോ ഇടിവിൽ നിൽക്കുവാൻ സദാസമയം ഉണ്ടായിരിക്കണം. അബ്രഹാമിൻ്റെ മധ്യസ്ഥതയിൽ ദൈവം 50 തുടങ്ങിയ സ്റ്റാൻഡേർഡ് ഇറങ്ങി ലോത്തിൻ്റെ കുടുംബത്തിൽ 4 പേര് മാത്രമായിട്ട് പോലും ആ 4 പേരെ സേഫ് സോണിലേക്ക് മാറ്റിക്കൊണ്ട് അവർക്ക് രക്ഷപ്പെടുവാനുള്ള രക്ഷാമാർഗം ഒരുക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയും നീതിയും നമുക്ക് കാണാം. അങ്ങനെയെങ്കിൽ നമുക്കും ദൈവസന്നിധിയിൽ ശക്തമായി മധ്യസ്ഥതയുടെ പ്രതിരോധം തീർത്തുകൊണ്ട് നമ്മുടെ തലമുറകളെ രക്ഷപ്പെടുത്താം. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ, യേശുവപ്പ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ തിരുമുഖത്തേക്ക് നോക്കുന്നു. ദൈവകോപം ഞങ്ങളുടെ കുടുംബങ്ങളിൽ വരാതെ വണ്ണം, ദൈവകോപം ഞങ്ങളുടെ ദേശത്ത് വരാതെ വണ്ണം, ദൈവകോപം ഞങ്ങളുടെ സമൂഹത്തിൽ വരാതെ വണ്ണം അപ്പ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് മധ്യസ്ഥത അണയ്ക്കുന്നു. ഞങ്ങളെ ഓർക്കണമേ. മധ്യസ്ഥത അണയ്ക്കുന്ന ഞങ്ങളെ ഓർത്തുകൊണ്ട് ചിലതിനെയൊക്കെയും അവിടുന്ന് രക്ഷിക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്ന ദൈവമായതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.